ഗുഡ് ആഫ്റ്റർനൂൺ 1 PM ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. നരാധമന് തൂക്കുകയർ. നാടിനെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ജഡ്ജി കെനത്ത് ജോർജ് നിരീക്ഷിച്ചു. അർഹിച്ച ശിക്ഷ പ്രതിക്ക് ലഭിച്ചെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ പ്രതികരിച്ചു. സുധാകരന്റെ ഇളയ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് വിധിന്യായത്തിൽ പരാമർശമുണ്ട്. പ്രതി ചെന്താമര മാനസാന്തരപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ലഭിച്ച റിപ്പോർട്ട്. കൊലപാതകത്തിന് വ്യക്തമായ പദ്ധതിയിട്ടെന്ന് സാക്ഷിമൊഴികളിൽ വ്യക്തം. കൊലപാതകത്തെ നിരന്തരം ന്യായീകരിച്ചു. സുധാകരന്റെ മക്കൾക്ക് ചെന്താമര ഭീഷണിയെന്നും ശിക്ഷാവിധി പ്രഖ്യാപിച്ച് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും കോടതിയുടെ നിരീക്ഷണം. അതിയായ സന്തോഷമുണ്ട്. കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യണതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ വിശ്വാസമുണ്ടായിരുന്നെന്നും അർഹിച്ച ശിക്ഷയാണ് പ്രതിക്ക് ലഭിച്ചതെന്നും ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെയും സജിതയുടെയും മക്കൾ പ്രതികരിച്ചു. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. എല്ലാവരോടും നന്ദി. പിഴത്തുകയായ 20 ലക്ഷം രൂപ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഇരകളുടെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം നൽകാതിരുന്നത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇരട്ടക്കൊലപാതകം നടന്ന് 1.5 വർഷത്തിനു ശേഷമാണ് കേസിലെ ശിക്ഷാവിധി. 24 പാലക്കാട്. ചെന്താമരയ്ക്ക് അയൽവാസികളെ സംശയമായിരുന്നു. തന്റെ കയ്യിരിപ്പുകൾ കൊണ്ടുണ്ടായ തിരിച്ചടികൾക്ക് അയാൾ സുധാകരന്റെ കുടുംബത്തെയാണ് പഴിക്കാൻ ശ്രമിച്ചത്. സംശയം വളർന്ന് പകയായി. 3 പേരുടെ ജീവനെടുത്തിട്ടും തീരാത്ത കലിയായി അത് മാറുകയും ചെയ്തു. എന്നിട്ടും പക തീരാത്ത ചെന്താമരയ്ക്കൊടുവിൽ വധശിക്ഷ. കൊടും കുറ്റവാസന, പോരാത്തതിന് അന്ധവിശ്വാസവും. ഭാര്യയും മകളും പിണങ്ങിപ്പോയതിനു പിന്നിൽ മുടി നീട്ടി വളർത്തിയ യുവതിയാണെന്ന് ചെന്താമരയോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു. അയൽവാസിയായ സജിതയെ ചെന്താമര സംശയിക്കാൻ തുടങ്ങി. 2019 ഓഗസ്റ്റ് 31 മറ്റാരും വീട്ടിലില്ലാത്ത നേരത്ത് കത്തിയുമായി എത്തിയ ചെന്താമര സജിതയെ കഴുത്തുമുറിച്ച് കൊലപ്പെടുത്തി. കേസിൽ 2019 സെപ്റ്റംബർ 2 ചെന്താമര അറസ്റ്റിൽ. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ചെന്താമര 2022 മെയ്യിൽ ജാമ്യത്തിലിറങ്ങി. ഉപാധികൾ ലംഘിച്ച് നെന്മാറയിലെത്തിയ ചെന്താമര സുധാകരനെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തി. ഇക്കാര്യം കുടുംബം പോലീസിനെ ഉൾപ്പെടെ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. 2025 ജനുവരി 27 രാവിലെ 10 മണിയോടെ സുധാകരനെയും മാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തി. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിൽ പോയ ചെന്താമരയ്ക്കായി പോലീസും നാട്ടുകാരും പരക്കെ തിരഞ്ഞു. ഒടുവിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ പുറത്തിറങ്ങിയപ്പോഴാണ് ചെന്താമര വലയിലായത്. തന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ജീവനുകൾ ബാക്കിയുണ്ടെന്നായിരുന്നു ചെന്താമരയുടെ പ്രതികരണം. മൊഴിയെടുത്തത് എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചവൻ ഞാൻ തുലയ്ക്കും. അത് ആനയാണ് ശരി. എന്റെ കുടുംബത്തിൽ നശിപ്പിച്ചു. അത് ആരാണെന്ന് അറിഞ്ഞ അവര് ഇല്ലാണ്ടാക്കും. ഞാൻ വീഴുവാനാണ്. പറഞ്ഞു 2025 സെപ്റ്റംബർ 18 സജിതാവധ കേസിൽ ചെന്താമരയ്ക്ക് പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ഇരട്ട ജീവപര്യന്തവും പിഴയും വിധിച്ചു. 2026 ഫെബ്രുവരി 23 ഇരട്ടക്കൊലയിലുള്ള വിചാരണ ആരംഭം. ജൂലൈ 14 ഇരട്ടക്കൊലയിലും ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. ഇന്ന് ശിക്ഷ വിധിച്ചു. നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിന്റെ ഉറക്കം കളഞ്ഞ പേടി സ്വപ്നത്തിന് തൂക്കുകയർ. ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ പ്രതിഷേധത്തോടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കമായി. ചോദ്യപേപ്പർ ചോർച്ചയിലും അയോധ്യ രാമക്ഷേത്ര സംഭാവനക്കൊള്ളയിലും ഇരുസഭകളും പ്രക്ഷുബ്ധമായി. निधन संबंधी उल्लेख के समय सदन की मर्यादाओं को बने रहे अपेक्षा तो करते हैं ना हम नहीं. सदन के अंदर ये अपेक्षा है
ये अपेक्षा रहेगी सदन की परंपरा और प्रतिष्ठा को बनाए रखें। CJP പ്രതിഷേധം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ സഭയിൽ ഉന്നയിച്ചു. എന്തായാലും അതിന് പിന്നാലുണ്ടായ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും പലതവണ തടസ്സപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബഹിരാകാശ ദൗത്യത്തിലെ നേട്ടത്തിൽ യുവാക്കളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി പരിഹസിക്കുകയും ചെയ്തു. സ്കൈ റൂട്ടിന് പിന്നിൽ 28 വയസ്സുള്ള യുവാക്കളാണെന്നും 56 വയസ്സുള്ള യുവാവ് അല്ലെന്നുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. मैं किसी 56 साल के नौजवान की बात नहीं कर रहा हूं. मैं देश के ये स्टार्टअप ने 28 के एवरेज वाले नौजवानों ने अंतरिक्ष में भारत का झंडा गाड़ दिया है. ये एक संदेश है और बड़ा मजबूत संदेश है कि हमारे देश के युवाओं की क्षमता और उनकी आकांक्षा अंतरिक्ष जितनी असीम है, इससे बड़ा संदेश देश के लिए कोई और प्रेरणा नहीं दे सकता है. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻരാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം പിടിയിലായി. കർണാടകയിലെ കുടകിൽ നിന്ന് പിടികൂടിയ MK റാമിനെ കണ്ണൂരിലെത്തിച്ചു. നിതിൻരാജിന്റെ മരണത്തിന് പിന്നാലെ ഒളിവിൽ പോയ MK റാം 3 മാസത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. RL നിതിൻരാജ് ജീവനൊടുക്കിയതിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകൻ ഡോക്ടർ റാമിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വിമർശനം ശക്തമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് റാമിനെ പിടികൂടാനുള്ള നീക്കം പോലീസ് ഊർജിതമാക്കിയത്. ഇന്ന് പുലർച്ചെ കുടകിൽ നിന്ന് കാറിൽ പോവുകയായിരുന്ന റാമിനെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തടഞ്ഞ് പിടികൂടുകയായിരുന്നു. കീഴടങ്ങാൻ റാം കണ്ണൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നുവെന്നാണ് വിവരം. കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിതിൻരാജ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിൻ്റെ നിയമ നടപടികൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. നിതിൻരാജ് ജീവനൊടുക്കി 3 മാസം കഴിഞ്ഞാണ് കേസിൽ 1-ാം പ്രതിയായ ഡോക്ടർ MK റാം പിടിയിലാകുന്നത്. താടി വെച്ച് രൂപം മാറിയാണ് MK റാം ഒളിവിൽ കഴിഞ്ഞത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പകരം മറ്റ് 2 പേരുടെ മൊബൈൽ ഫോണുകൾ വഴിയായിരുന്നു ആശയവിനിമയം. ഒരാഴ്ചയോളം കുടകിൽ ഒളിവിൽ കഴിഞ്ഞത് മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്തായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ഒളിവിൽ കഴിയാൻ പ്രാദേശിക സഹായങ്ങൾ റാമിന് ലഭിച്ചിരുന്നുവെന്നും വ്യക്തമായിട്ടുണ്ട്. ലോണ ഭീഷണിയാണ് നിതിൻരാജിന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് റാമിന്റെ അഭിഭാഷകന്റെ വാദം. ഇതിനിടെ RL നിതിൻരാജിന്റെ കുടുംബം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവന്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. ഏപ്രിൽ 10-നായിരുന്നു 1-ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻരാജ് കെട്ടിടത്തിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. നിതിൻ ജീവനൊടുക്കിയതിന് പിന്നാലെ റാം ഒളിവിൽ പോയത് കർണാടകയിലേക്കായിരുന്നു. പിന്നീട് സ്വന്തം നാടായ ആന്ധ്രയിലെ ചിറ്റൂരിലും ഗുണ്ടൂരിലും എത്തിയിരുന്നു. അജീഷ് ജഗുമാർ, 24 കണ്ണൂർ. RL നിതിൻരാജിന്റെ കുടുംബം കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം കൂടിക്കാഴ്ചയിൽ അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ഈ ഇടപെടൽ. നാടക പ്രവർത്തകൻ കള്ളൻ വിജയനെക്കുറിച്ചുള്ള ലേഖനമില്ലാതെ വരാന്തപ്പതിപ്പ് പുറത്തിറക്കി CPIM മുഖപത്രം ദേശാഭിമാനി. VS അച്യുതാനന്ദന്റെ അനുസ്മരണക്കുറിപ്പുള്ള വരാന്തപ്പതിപ്പ് താൻ കാരണം ഇന്നലെ പുറത്തിറക്കാതിരുന്നതിൽ ദുഃഖമുണ്ടെന്ന് നാടക പ്രവർത്തകൻ കള്ളൻ വിജയൻ എന്ന S വിജയകുമാർ 24-നോട് പറഞ്ഞു. വിവാദങ്ങൾക്കിടെ വരാന്തപ്പതിപ്പിന്റെ ചുമതലക്കാരൻ KR അജയന് ദേശാഭിമാനി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിവാദം ഒഴിവാക്കണമായിരുന്നുവെന്ന് VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചു. VSന്റെ ഓർമ്മക്കുറിപ്പുകളുമായി ഇന്നലെ ഇറങ്ങേണ്ട ദേശാഭിമാനി വാരാന്തപ്പതിപ്പ് ഇന്നത്തേക്ക് മാറ്റിയതായിരുന്നു വിവാദമാകാൻ കാരണം. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടോടെ
നാടകപ്രവർത്തകനെക്കുറിച്ചുള്ള ലേഖനവും ഉൾപ്പെടുത്തിയ സോഫ്റ്റ് കോപ്പി എഡിറ്റോറിയൽ ബോർഡിലെത്തിയപ്പോൾ വിവാദം മുൻകൂട്ടി കണ്ട് വാരാന്ത പതിപ്പ് തന്നെ ഇന്നലെ ഒഴിവാക്കുകയായിരുന്നു. സാങ്കേതിക കാരണമൊന്നായിരുന്നു ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജിന്റെ ഉൾപ്പെടെയുള്ള വിശദീകരണം. ഇന്നിറങ്ങിയ വാരാന്ത പതിപ്പിൽ മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ KV സുധാകരന്റെ ലേഖനമുണ്ട്. അവസാന പേജിൽ PK മേദിനിയുടെ ഓർമ്മക്കുറിപ്പുകളുമുണ്ട്. എന്നാൽ കള്ളൻ വിജയൻ എന്ന ലേഖനം ഒഴിവാക്കി. പത്രം അച്ചടിക്കുന്നതിലും അച്ചടിക്കാത്തതിലും രാഷ്ട്രീയമുണ്ടെന്ന് VSന്റെ മകൻ VA അരുൺകുമാറിന്റെ പ്രതികരണം. അല്ല, പത്രം പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്, പത്രം പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. VS അച്യുതാനന്ദന്റെ അനുസ്മരണ ലേഖനം താൻ കാരണം മാറ്റിവെച്ചതിൽ വിഷമമുണ്ടെന്ന് നാടകപ്രവർത്തകൻ കള്ളൻ വിജയൻ എന്ന S വിജയകുമാർ. അത് VSന്റെ വരാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം നമ്മളാരും VS ആര് നമ്മളെപ്പോലെ ഉള്ളതിൻ്റെ നിമിത്തം അത് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട്. ഇതിനിടെ വാരാന്ത പതിപ്പ് എഡിറ്റർ KR അജയന് ദേശാഭിമാനി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അനാവശ്യ വിവാദം ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. തലക്കെട്ട് മാറ്റാത്തതും വിവാദങ്ങൾ മാധ്യമങ്ങൾ അറിഞ്ഞതുമാണ് കുറ്റങ്ങൾ. 24 തിരുവനന്തപുരം. സർക്കാർ ആശുപത്രികളിലെ പൊതിച്ചോർ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി ആരോഗ്യമന്ത്രി K മുരളീധരൻ ഭക്ഷണം നൽകുന്നതിന് തടസ്സമില്ലെന്നും ഭൂമി കയ്യേറി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെതിരെയാണ് താൻ പറഞ്ഞതെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. കമ്മ്യൂണിറ്റി കിച്ചൺ പ്രായോഗികമല്ലെന്നാണ് CPIMന്റെ പ്രതികരണം. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ രാഷ്ട്രീയ സംഘടനകളുടെ പൊതിച്ചോർ വിതരണം അനുവദിക്കില്ലെന്ന ആരോഗ്യമന്ത്രി K മുരളീധരന്റെ നിലപാട് വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ മന്ത്രി വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. ആലപ്പുഴയിലെ പൊതിച്ചോർ വിതരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതി ലഭിച്ചിരുന്നു. ഭൂമി കയ്യേറ്റക്കാരാണ് തനിക്കെതിരെ രംഗത്ത് വന്നതെന്നും മന്ത്രി. ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്, അല്ലാതെ അതും ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. മറ്റിടങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചാലും നടപടിയുമായി നീങ്ങും. താൻ അന്നം മുടക്കിയല്ലെന്നും മന്ത്രി. ആലപ്പുഴയിൽ കംപ്ലൈൻറ്റ് കിട്ടി, തീരുമാനമെടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈൻറ്റ് കിട്ടിയാൽ അപ്പോൾ നോക്കാം. ഇപ്പോൾ കംപ്ലൈൻറ്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം ഇന്നും പ്രതിപക്ഷം ആവർത്തിച്ചു. സേവനബോധത്തിലൂന്നി മനുഷ്യത്വപരമായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയം വെടിഞ്ഞ് അതിനെ മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാതെ മനുഷ്യത്വപരമായി കണ്ടുപോകേണ്ടതാണ്. അതേസമയം മുടക്കമില്ലാതെ പൊതിച്ചോർ വിതരണം നടത്താനാണ് DYFI അടക്കമുള്ള യുവജന സംഘടനകളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ സർക്കാർ നീക്കത്തിനെതിരെ വിമർശനം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര നയത്തിന് കേരള സർക്കാർ പരവതാനി വിരിക്കുകയാണെന്നും സംഘപരിവാർ അജണ്ടകൾക്ക് നിരന്തരം കീഴടങ്ങുന്നുവെന്നുമാണ് വിമർശനം. CPIM മുഖപത്രം ദേശാഭിമാനി സമസ്ത വിഭാഗങ്ങളുടെ മുഖപത്രങ്ങളായ സുപ്രഭാതത്തിലും സിറാജിലും എഴുതിയ ലേഖനത്തിലാണ് സർക്കാരിനെതിരെ പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. സംഘപരിവാർ അജണ്ടകൾക്ക് നിരന്തരം കീഴടങ്ങുന്ന UDF സർക്കാരിന്റെ ഏറ്റവും വലിയ വഞ്ചനാപരമായ മുഖമാണ് വഖഫ് വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നതെന്ന് പിണറായി വിജയൻ. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും മതസ്ഥാപനങ്ങളുടെ മേലുള്ള സ്വതന്ത്രാധികാരവും നിഷേധിക്കുന്ന കേന്ദ്ര ഭേദഗതിയെ പിന്തുണച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി കടുത്ത അനീതി. സർക്കാരിന്റെ ഈ കീഴടങ്ങൽ ഒറ്റപ്പെട്ട സംഭവമല്ല. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വന്ദേമാതര ആലാപനം, സർവകലാശാലകളിലെ സംഘപരിവാർവൽക്കരണം എന്നിവയിൽ തുടങ്ങിയ വിധേയത്വം, മുനമ്പം PM ശ്രീ, ലൈഫ് ഭവന പദ്ധതിയുടെ ബ്രാൻഡിംഗ് തുടങ്ങിയ വിഷയങ്ങളിലും ആവർത്തിച്ചു. ലേഖനത്തിൽ മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നുണ്ട്. ലീഗിന്റെ നിലപാട് അപഹാസ്യമാണ് എന്ന് പിണറായി വിജയൻ ലേഖനത്തിൽ കുറ്റപ്പെടുത്തി. 24 കോഴിക്കോട്. കസാഖിസ്ഥാനിൽ MBBS പഠിക്കാൻ പ്ലാനുണ്ടോ? സംശയങ്ങൾ ഒരുപാടുണ്ടോ? ഇനി നിങ്ങളുടെ അത്തരം സംശയങ്ങൾ അവിടെ പഠിച്ച ഡോക്ടേഴ്സിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. 24 സ്റ്റഡി അബ്രോഡ് അതിന് അവസരമൊരുക്കുകയാണ്. കസാഖിസ്ഥാനിൽ MBBS പഠിച്ച് തിരിച്ചെത്തിയ ഡോക്ടേഴ്സുമായി നേരിട്ട് സംസാരിക്കാം. അവിടുത്തെ അനുഭവങ്ങളും അറിയാനും സംശയങ്ങൾ ചോദിക്കാനും 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. FMG എങ്ങനെ എളുപ്പത്തിൽ വിജയിക്കാം, യൂണിവേഴ്സിറ്റി ഏതൊക്കെ പഠിക്കണം, ക്ലിനിക്കൽ എക്സ്പോഷർ, ഹോസ്റ്റൽ, അവിടുത്തെ ജീവിതം, ഇതൊക്കെ വിശദമായി ചോദിച്ചറിയാം. അവിടെ പഠിച്ച ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിച്ചറിയാനുള്ള അവസരമാണ് 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്നത്. നാളെ കൊച്ചിൻ ഓഫീസിലും ജൂലൈ 23-ന് കാലിക്കറ്റ് ഓഫീസിലും വെച്ച് എക്സ്പോ നടക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് പരിപാടി. വേഗം തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക, സീറ്റുകൾ പരിമിതമാണ്. 24 സ്റ്റഡി അബ്രോഡ്, യുവർ ട്രസ്റ്റഡ് സ്റ്റഡി അബ്രോഡ് പാർട്ട്ണർ. ഇനി 2 ടെലിഫോൺ നമ്പറുകൾ കൂടിയുണ്ട് ബന്ധപ്പെടാൻ. 9001 900156, മറ്റൊരു നമ്പർ 8000 800120.
ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ PSCയുടെ നിർണായക യോഗം തുടരുകയാണ്. വിജിലൻസും ക്രൈംബ്രാഞ്ചും നടത്തുന്ന അന്വേഷണം യോഗത്തിൽ ചർച്ചയായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അന്വേഷണ സംഘം വീണ്ടും PSC ആസ്ഥാനത്ത് എത്തും. പരീക്ഷയുടെ മൂല്യനിർണ്ണയം സംബന്ധിച്ച് ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിന്റെ ഡെമോ SIT പരിശോധിക്കും. പരീക്ഷയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് വിട്ടുനൽകാനാകില്ല എന്നറിയിച്ച രേഖകളും സംഘം പരിശോധിക്കും. കിരീടം നിലനിർത്താനിറങ്ങിയ അർജന്റീനയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ലോക ജേതാക്കളായത്. മത്സരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി കാണാം. സർവം സ്പെയിൻ, അർജന്റീനയ്ക്ക് പെയിൻ. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ 80,663 കാണികളെപ്പോലെ അർജന്റീനയുടെ കളിക്കാരെയും കാഴ്ചക്കാരാക്കി നിറഞ്ഞാടിയ ലാറോഹകൾ കൽപ്പന്തുകളിയുടെ പുതിയ രാജാക്കൾ. അഞ്ചാം മിനിറ്റിൽ ലെമീൻ യമാലിന്റെ ആക്രമണത്തോടെ ചൂടുപിടിച്ച കളി. എമിലിയാനോ മാർട്ടിനസിന്റെ പെടാപ്പാടുകൾക്കും അവിടെ തുടക്കമായി. മുക്രയിട്ടെത്തിയ സ്പാനിഷ് കാളക്കൂറ്റന്മാർ അർജന്റീൻ ഗോൾ മുഖം നിരന്തരം വിറപ്പിച്ചു. കളിച്ചു നിൽക്കാൻ പറ്റാത്ത അർജന്റീനയുടെ പിന്നെയുള്ള ശ്രമങ്ങൾ അടിച്ചു വീഴ്ത്താൻ. നീല വെള്ളക്കുപ്പായക്കാർക്ക് നേരെ 5 തവണ മഞ്ഞ മുന്നറിയിപ്പ്. ഒടുവിൽ 93-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസ് ചുവപ്പ് കാർഡും ഇരുന്നു വാങ്ങി. പേരിലേക്ക് ചുരുങ്ങിയ അർജന്റീന കൂടുതൽ പ്രതിരോധത്തിൽ. എക്സ്ട്രാ ടൈമിന്റെ 6-ാം മിനിറ്റിൽ നിക്കോ വില്യംസ് വലകുലുക്കിയെങ്കിലും പന്ത് വന്ന വഴിക്കിടെ മൈക്കൽ മൊറീനോ നിക്കോളാസ് ഒട്ടാമെന്റിയെ ഫൗൾ ചെയ്തെന്ന് കണ്ടെത്തിയതോടെ ഗോൾ നിഷേധിച്ചു. എന്നാൽ ആശ്വാസം അധികം നീണ്ടില്ല. 106-ാം മിനിറ്റിൽ പുറത്തേക്കെന്ന് കരുതിയ പന്ത് നിക്കോ വില്യംസ് ബോക്സിലേക്ക് തിരിച്ചെടുത്തിട്ടു. ഓടിയെത്തിയ ഫെറാൻ ടോറസിന്റെ ഇടംകാലൻ പ്രഹരം എമി മാർട്ടിനസിനെയും പ്രതിരോധ നിരക്കാരെയും കാഴ്ചക്കാരാക്കി വലയിൽ. 117-ാം മിനിറ്റിൽ സ്പാനിഷ് ബോക്സിന്റെ എഡ്ജിൽ നിന്ന് മെസ്സി അടിച്ച പന്ത് മെറീനോയുടെ മുഖത്തടിച്ച് മടങ്ങിയതോടെ അർജന്റീനയുടെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ലോക കിരീടം നിലനിർത്തുന്ന 3ാമത്തെ സംഘത്തിനായി ഫുട്ബോൾ ലോകം ഇനിയും കാത്തിരിക്കണം. അതേസമയം 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാൽപന്തുകളിയുടെ കനക കിരീടത്തിൽ വീണ്ടും സ്പാനിഷ് മുത്തം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകകപ്പ് ഫൈനലിലെ അർജന്റീൻ താരങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ പരക്കെ വിമർശനം. ഫൈനൽ വിസിലിന് ശേഷവും സ്പാനിഷ് ടീം അംഗങ്ങളുമായി അർജന്റീന താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ കിരീടമുയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ പുറംതിരിഞ്ഞ് നിന്നാണ് രോഷം പ്രകടിപ്പിച്ചത്. കളിയിൽ മാത്രമല്ല, സ്പോർട്സ്മാൻ സ്പിരിറ്റിലും വട്ടപൂജ്യമായിരുന്നു ഫൈനലിലെ അർജന്റീന. മത്സരത്തിലുടനീളം പന്ത് കിട്ടാത്തതിൽ താരങ്ങൾ രോഷാകുലരായിരുന്നു. കളി കഴിഞ്ഞതും സ്പാനിഷ് സംഘവുമായി അർജന്റീനിയൻ താരങ്ങൾ കൊമ്പുകോർത്തു. സ്പെയിൻ നായകൻ റോഡ്രിയുമായി മൊളീന വാക്കേറ്റമുണ്ടാക്കി, നെഞ്ചിൽ പിടിച്ചു തള്ളി. പിന്നാലെ ഒട്ടാമെന്റി എത്തി റോഡ്രിയോട് കയർത്തു. നിന്റെ കരച്ചിൽ ഇനിയും കഴിഞ്ഞില്ല എന്നായിരുന്നു ഒട്ടാമെന്റിയുടെ പരിഹാസ ചോദ്യം. പിന്നീട് കൂട്ടത്തിലെ ഇടിക്കാരനെത്തി, ലിയനാർഡോ പരേഡസ്. ഗാവിയെയും പെഡ്രിയെയും തള്ളി വീഴ്ത്തി. അരിശം പൂണ്ട് ചവിട്ടാനോങ്ങി. റെഡ് കാർഡ് നൽകിയിട്ടും റഫറിയുടെ കയ്യിൽ ഒതുങ്ങാതിരുന്നതോടെ പരിശീലകൻ ലയണൽ സ്കലോണി എത്തിയാണ് പരേഡസിനെ പിടിച്ചുമാറ്റിയത്. എന്നിട്ടും സിൽവർ മെഡൽ വാങ്ങാനെത്തിയ മെസ്സിക്കും കൂട്ടർക്കും സ്പെയിൻ താരങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി. മെഡൽ വാങ്ങി തിരിച്ചു നടന്ന താരങ്ങൾ സ്പെയിന് ആ ബഹുമാനം തിരികെ നൽകിയില്ല. സ്പാനിഷ് താരങ്ങൾ കിരീടമുയർത്തുമ്പോൾ അർജന്റീനയുടെ കളിക്കാർ ഗ്രൗണ്ടിന് പല ഭാഗത്തേക്കും പോയി. വലിയ വിമർശനമാണ് ഈ മോശം പെരുമാറ്റത്തിനെതിരെ ഉയരുന്നത്. ടൂർണമെന്റിലുടനീളം അർജന്റീന പുറത്തെടുത്ത പരുക്കൻ അടവുകളും അച്ചടക്കമില്ലായ്മയും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുവരെ ഭാഗ്യം തുണച്ചെങ്കിലും ഫൈനലിൽ എൻസോ ഫെർണാണ്ടസിന് കിട്ടിയ റെഡ് കാർഡിന്റെ രൂപത്തിൽ പലിശയും തീർത്ത് മുട്ടൻ പണിയായിരുന്നു അർജന്റീനയെ കാത്തിരുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ഇതോടെ 1 PM ന്യൂസ് പൂർത്തിയാവുന്നു.